18-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ പാർത്തിരുന്ന ഒരു പ്രസംഗകന്റെ പേരാണ് ജീൻ ഫ്രെഡറിക് ഓബർലിൻ. അദ്ദേഹം ഒരു ദിവസം പ്രസംഗിക്കുന്നതിനു വേണ്ടി കാൽനടയായി യാത്ര ചെയ്യുകയാണ്. അപ്രതീക്ഷിതമായി വളരെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വഴി എങ്ങോട്ടാണെന്നറിയാൻ വയ്യാതെ അദ്ദേഹം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായി. അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് എനിക്കൊരവസരം കൂടെ നൽകണമേ എന്ന്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മഞ്ഞിൽ കൂടെ ഓടിക്കുന്ന ഒരു വാഹനവുമായി ഒരാൾ തൻ്റെ അടുത്തേക്ക് വരികയാണ്. അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് താൻ എത്തേണ്ട സ്ഥലത്ത് ഇദ്ദേഹം എത്തിക്കുകയുണ്ടായി. അവിടെ ചെന്നതിന് ശേഷം അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ രക്ഷിച്ച വ്യക്തിയോട് ജീൻ ഫ്രെഡറിക് ഇപ്രകാരം ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെയും എനിക്ക് പ്രസംഗിക്കുവാൻ അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ താങ്കളുടെയും പേര് ആവർത്തിക്കും, കാരണം എന്നെ മരണകരമായ ഈ അപകടത്തിൽ നിന്നും താങ്കളാണ് രക്ഷപ്പെടുത്തിയത്. ആ രക്ഷപ്പെടുത്തിയ വ്യക്തി ഒരു ചോദ്യം ജീൻ ഫ്രെഡറിക്കിനോട് ഇങ്ങനെ ചോദിച്ചു, ബൈബിളിലെ ഏറ്റവും ദയയുള്ള പ്രവൃത്തി ചെയ്ത ശമരിയക്കാരൻ്റെ പേര് എന്താണ്? നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഗുഡ് സമാരിറ്റൻ, നല്ല ശമരിയക്കാരൻ എന്നുള്ള പേരിലല്ലേ അറിയപ്പെടുന്നത്. ജീൻ ഫ്രെഡറിക് പറഞ്ഞു, ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. ശമരിയക്കാരൻ്റെ പേര് നല്ല ശമരിയക്കാരൻ അല്ലെങ്കിൽ ശമരിയിൽ നിന്നുള്ള ഒരു നല്ല മനുഷ്യൻ എന്ന് മാത്രമേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരറിയാൻ വയ്യാത്തതുകൊണ്ട് എനിക്ക് ആ പേര് താങ്കളോട് എങ്ങനെ പറയുവാൻ സാധ്യമായി തീരും? ആ രക്ഷിച്ച വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ആ നല്ല ശമരിയക്കാരൻ്റെ പേര് ബൈബിളിൽ എഴുതാത്തതുപോലെ എൻ്റെയും പേര് എന്തെന്ന് താങ്കൾ ഇപ്പോൾ അറിയണ്ട. താങ്കളെ രക്ഷിച്ചെടുത്ത ഒരു നല്ല മനുഷ്യൻ എന്നുള്ള പേരിൽ ഞാൻ അറിയപ്പെട്ടുകൊള്ളാം. ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അതിനെ 10 പേര് അറിയണമെന്നും അതിനെ നോട്ടീസിലൊക്കെ അച്ചടിച്ച് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ. നമ്മുടെ പേര് ഉയർന്നു കാണുന്നതിന് വേണ്ടി മനുഷ്യരെന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് അതിൻ്റെ താഴെ നമ്മുടെ പേരും കൂടെ വരുന്നതിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെ പ്രതിഫലം ഒരുമിച്ച് കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസമെന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ല, അതങ്ങ് സ്വർഗത്തിലാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെന്നെത്തുന്ന സമയത്ത് മാത്രമാണ് അതിന് റെക്കഗ്നീഷൻ കിട്ടുന്നത്. നമ്മൾ അന്നേരം മാത്രമേ അത് പ്രതീക്ഷിക്കാവുള്ളൂ. ഈ ഭൂമി നിങ്ങളെ മറക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ നിങ്ങൾ ചെയ്തതെല്ലാം അപ്രത്യക്ഷമായ നിലയിലാണോ? ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സ്വർഗത്തിൽ ദൈവം ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നാം ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ ദൈവം എല്ലാ പ്രവർത്തിക്കും തക്കതായ പ്രതിഫലം നൽകി നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. ആകയാൽ തളർന്നു പോകരുത്, ചെയ്തുകൊണ്ടേയിരിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രതിഫലം മുഴുവനും നമുക്കങ്ങ് സ്വർഗത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാം.